നമ്മൾ നേരത്തെ പാലായെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ഈ പാല എന്നെ സംബന്ധിച്ചിടത്തോളം 50 വർഷത്തിലേറെ മാണി ജയിച്ചൊരു സ്ഥലം. പിന്നീട് മാണി സി കാപ്പം വരുന്നു. അതായത് ഈ പാല എന്ന മണ്ഡലത്തിന് മാണി എന്ന പേരിനോട് ഒരു പ്രത്യേകതരം പ്രണയമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും ഒരു മാണി എഫക്റ്റ് ഉണ്ടാവും? ആ പ്രണയങ്ങൾക്കൊരു ഒരു കാലമുണ്ട്. ആ കാലം കഴിയുകയാണ്. അത് ഈ മാസം ഏപ്രിൽ മാസം 9-ാം തീയതി ആ പ്രണയം അവസാനിക്കും. പിന്നെ ഞാൻ പാലായെ ഞാനങ്ങ് എടുക്കും. ചെറിയ പൂഞ്ഞാറുകാർ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടക്കാര് വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്നെയോ? എന്നെ സാറിനെ അതുപോലെ തന്നെ ഫാദറിനെയും. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ നന്ദികേടാവില്ലേ? എല്ലാ കാലത്തും പരിഗണിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ നന്ദികേട് പറയാൻ പാടില്ല. എല്ലാ കാലത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നം നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ഇഷ്യൂ ആണ്. നമ്മൾ പറയുന്നൊന്ന് അത് വ്യാഖ്യാനിക്കുന്ന മറ്റൊന്ന്. അത് നിങ്ങൾ ചാണ്ടുകാരും മോശക്കാരല്ല കൊണ്ട് എത്തിക്കുന്നതിൽ. കാരണം PC ജോർജ് ശബ്ദിച്ചത് മുഴുവൻ SDP-യെ പോലെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികൾക്കെതിരെയാണ്. പക്ഷേ അത് മുസ്ലിം വിരോധമായി ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ, നിങ്ങൾ എവിടെയാണ് പരിശോധിച്ചോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ പരിശുദ്ധ ഖുർആനെതിരെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്കെതിരെയോ ഒരു വാക്ക് ഞാൻ വേണ്ടിയിട്ടില്ല. മുസ്ലിം എന്ന വിഭാഗം അല്ലെങ്കിൽ സമുദായം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അനധികൃതമായി ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അതിനകത്ത് പല സംഘടനകളുടെയും ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധമാണെന്ന് ആർക്കറിയാൻ മേലാത്ത SDP PFIയുടെ അടുത്ത ഫോം. ആദ്യം സിമി ആയിരുന്നു. സിമി നിരോധിച്ചപ്പോൾ PFI ആയി. PFI നിരോധിച്ചപ്പോൾ SDP ആയി. ഇത് മറ്റെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഫോമാണ് വെൽഫെയർ പാർട്ടി. ഇവരെ കൂടെ ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ശരിക്കും ഈ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയെ UDFിൻ്റെ ഘടകകക്ഷിയായിട്ട് ഒത്തിരി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 2 സീറ്റ് കൊടുത്തു. അപ്പം ഇവർക്കൊരു ജനാധിപത്യത്തിന്റെ പരിവേഷം കൊടുക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് PC ജോർജ് ഒരിടയ്ക്ക് SDP-യുടെ പിന്തുണ തേടിയിട്ടുണ്ട്. 2016 അവരുടെ പിന്തുണ മേടിച്ചാണ് മത്സരിച്ചത്. അത് മേടിച്ചവരും പിണറായി വിജയൻ മേടിക്കുന്നതല്ല. പിണറായി വിജയൻ ഇപ്പോൾ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിണറായി വിജയൻ അത് പുറത്ത് പറയുമോ? ഇല്ല. പക്ഷെ ഞങ്ങൾ SDP പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്തുണ മേടിച്ചത് മാത്രമല്ല 2018 പത്രസമ്മേളനം നടത്തി അഭിമന്യുവിൻ്റെ കൊലക്കുന്നുണ്ടാകും മഹാരാജാസ് കോളേജിൽ. ആ അഭിമന്യുയുടെ കൊലപാതകം ചെയ്ത ആളുകളുമായിട്ടാണ് ഇവർ ഇപ്പോൾ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർത്തണം. അപ്പോൾ അവിടെ ആ കൊലപാതകം നടന്ന സമയത്ത് പത്രസമ്മേളനം നടത്തി നിങ്ങളുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു. അതാണ് PC ജോർജ് ചെയ്തിട്ട്. 2, ശബരിമല സമരകാലത്ത് അന്ന് ഏറ്റവും കൂടുതൽ സമരത്തിൽ മുൻപിൽ നിന്നത് K സുരേന്ദ്രനും BJP ആണ്. അവരോടൊപ്പം നിന്ന് സമരത്തിൽ പോയി. അതാണ് PC ജോർജ് ചെയ്ത് രണ്ടാമത്തെ തെറ്റ്. ഇതെല്ലാം വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ പുള്ളി 4 തന്തയ്ക്ക് തിരിച്ചു വിളിക്കും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടന്നെ അപ്പോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.